പെട്ടെന്ന് പണം കയ്യിൽ കിട്ടാൻ സാധാരണയായി രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ സ്വർണം പണയം വെച്ച് ലോൺ എടുക്കാം, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ക്യാഷ് അഡ്വാൻസ് എടുക്കുകയും ചെയ്യാം. പക്ഷേ രണ്ടും ഒരുപോലെയാണോ? ചെലവും റിസ്ക്കും തികച്ചും വ്യത്യസ്തമാണ്. ബാങ്കിലോ ഫിനാൻസ് സ്ഥാപനത്തിലോ പണയം വെച്ചാൽ സ്വർണത്തിന്റെ മൂല്യത്തിന്റെ ഏകദേശം 75-85% വരെയൊക്കെ ലോൺ ലഭിക്കും. പണയം വെച്ചാലും അതിന്റെ ഉടമ നിങ്ങൾ തന്നെ. പക്ഷേ വായ്പ തീർക്കുന്നത് വരെ സ്ഥാപനത്തിന് കൈവശം. സുരക്ഷിതമായ വായ്പയാണ്, പലിശ കുറവാണ്. ക്രെഡിറ്റ് കാർഡിന്റെ കാര്യമെടുത്താലോ, ക്രെഡിറ്റ് കാർഡിന്റെ പരിധിക്കുള്ളിൽ നിന്ന് പണം പിൻവലിക്കാം. പക്ഷേ തുക മുഴുവൻ സമയത്ത് അടച്ചില്ലെങ്കിൽ ഉടൻ തന്നെ കഴുത്തറപ്പൻ പലിശയുടെ പിടിയിൽ വീഴും. ക്യാഷ് എളുപ്പം കിട്ടും എന്നതാണ് പ്രധാന ആകർഷണം. ഗോൾഡ് ലോണിന് സാധാരണയായി 8 മുതൽ 15% വരെയൊക്കെ പലിശയുണ്ട്. ക്രെഡിറ്റ് കാർഡിന് 30% വരെയാണ് പലിശ. എന്നുവെച്ചാൽ ഒരേ തുക കടം വാങ്ങിയാലും ക്രെഡിറ്റ് കാർഡിൽ പലിശ ഇരട്ടിയോളം വരാം. ഗോൾഡ് ലോണിൽ സ്വർണ്ണ മൂല്യമനുസരിച്ച് കൂടുതൽ തുക ലഭിക്കും. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കിട്ടുന്നത് നിങ്ങളുടെ കാർഡ് ലിമിറ്റ് വരെ മാത്രം. ക്രെഡിറ്റ് കാർഡിൽ ക്യാഷ് അഡ്വാൻസ് ഫീ, GST, ലേറ്റ് ഫീ, കോമ്പൗണ്ടിംഗ് ഇൻട്രസ്റ്റ് തുടങ്ങി ഒളിഞ്ഞിരിക്കുന്ന ചാർജുകൾ പലതുണ്ട്. ഗോൾഡ് ലോണിൽ പ്രോസസ്സിംഗ് ചാർജ് സാധാരണയായി വ്യക്തവും കുറഞ്ഞതുമാണ്. മെഡിക്കൽ എമർജൻസി, ബിസിനസ് ക്യാഷ് ഗ്യാപ്പ്, ഉയർന്ന പലിശയുള്ള കടമടക്കൽ തുടങ്ങി അത്യാവശ്യ ചെലവുകൾക്ക് സ്വർണ്ണപ്പണയം തന്നെ ഭേദം. തിരിച്ചടയ്ക്കാൻ വ്യക്തമായ പ്ലാനില്ലാതെ ആഡംബരത്തിന് ചെലവിട്ടാൽ സ്വർണം ലേലത്തിൽ പോകുമെന്ന് മനസ്സിലാക്കണം. ചെറിയ തുക മാത്രം മതിയെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലോൺ കുഴപ്പമില്ല. പക്ഷേ അടുത്ത ബില്ലിംഗ് സൈക്കിളിൽ മുഴുവൻ തുകയും അടയ്ക്കാമെന്ന ഉറപ്പ് വേണം. ക്രെഡിറ്റ് കാർഡ് കടം എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടാണ്. മാസങ്ങളോളം ബാലൻസ് ക്യാരി ചെയ്താൽ കടക്കുഴിയിലേക്ക് തെന്നി വീഴും. ഒന്ന് ചോദിക്കട്ടെ, പണം വേഗം കയ്യിൽ കിട്ടുന്നതാണോ പ്രധാനം, എത്ര വേഗത്തിൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നു എന്ന് നോക്കുന്നതാണോ? രണ്ടാമത്തെ ചിന്ത നമുക്ക് മനസമാധാനവും സാമ്പത്തിക ഭദ്രതയും നൽകും.